ഹലോ യൂട്യൂബ്, നമസ്കാര, സ്വാഗത, വണക്കം. എല്ലാവർക്കും ബാൾഡ് ആൻഡ് ബിയർഡ് വ്ളോഗ്സിന്റെ അനദർ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ഞാനൊരു പാൻ ഇന്ത്യ നമസ്കാരം പറഞ്ഞാണ് എല്ലായിടത്തും. ബിക്കോസ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് പുഷ്പ 2. നമ്മളെ അല്ലു അർജുന്റെ പുഷ്പ 2 ലിറിക്കൽ സോങ് ഇറങ്ങിയിട്ടുണ്ട്. അതൊരു പാൻ ഇന്ത്യ, നമുക്കറിയാലോ, കഴിഞ്ഞ പുഷ്പ 1 ഇറങ്ങിയപ്പോൾ തന്നെ ഓളം സൃഷ്ടിച്ച ഒരു സിനിമയാണ്. സോ എന്തായാലും നമ്മൾ പുഷ്പ 2 കിടക്കുന്ന സമയത്ത് നമ്മളെ ഫഫയും കൂടി ഉണ്ട്. സോ നമ്മൾ മലയാളികൾ കാത്തിരിക്കുക ഇത് തന്നെ മതി. പിന്നെ നമുക്ക് പണ്ട് മുതലേ അല്ലു അർജുന്റെ പടങ്ങൾ നമ്മൾ ഡബ് ചെയ്തിട്ട് മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ വിജയ് ആൻഡ് ഒബ്വിയസ്ലി വിജയ് ഉണ്ട്, ആൻഡ് അല്ലു അർജുന്റെ സ്ഥാനം അതിനേക്കാളും അതേപോലെ തന്നെയാണ്. ബിക്കോസ് വിജയിന്റെ സിനിമ അങ്ങനെ ഡബ് ചെയ്ത് നമ്മൾ കാണാറില്ല, തമിഴ് പടങ്ങളിലെ കാണും. പക്ഷെ ഇത് ഡബ് ചെയ്തിട്ട് വരുന്ന സമയത്ത് അല്ലു അർജുൻ അതുകൊണ്ട് തന്നെയാണ് മല്ലു അർജുനായിട്ട് അത്രയും ആൾക്കാർ സ്നേഹിച്ചു തുടങ്ങിയത്. സോ അല്ലു അർജുന്റെ പടം എന്തായാലും നമ്മൾ വലിയൊരു ഹൈപ്പിൽ തന്നെയാണ് സ്വീകരിക്കുന്നത്. സോ ഇതിന്റെ ലിറിക്കൽ സോങ് ആണ് ഇറങ്ങിയിട്ടുള്ളത്. മലയാളത്തിലേക്ക് മാത്രമല്ല, തെലുങ്കിലും കന്നഡയിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ ഉണ്ട്. സോ ആ ലിറിക്സ് സോങ് എങ്ങനെയുണ്ട് നോക്കാം. സോ ഒട്ടും വൈകുന്നില്ല, ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് മല്ലു അർജുൻ പുഷ്പ 2. പുഷ്പ മലയാളം ലിറിക്കൽ സോങ് പുഷ്പ 2 ദ റൂൾ. ഇതിന്റെ സംവിധാനം, മ്യൂസിക് ഡയറക്ഷൻ വേറെ ആരുമല്ല, നമ്മളെ DSP റോക്ക് സ്റ്റാർ ദേവി ശ്രീ പ്രസാദ് ആൻഡ് സിംഗേഴ്സ് രഞ്ജിത്ത് ഗോവിന്ദ്, ലിറിസ്റ്റ് സിജു തുരവ്, അത് നമ്മുടെ മലയാളിയാണ്. സ്റ്റാർട്ട് പുഷ്പ 2 ഹിയർ. Pushpa, 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 pushpa. ജാതിരാ Pushpa, 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 pushpa. ദേവിശ്രീ പ്രസാദ്. Pushpa, 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 pushpa. ഇത് ഫാൻ്റെ ഇടയ്ക്കെല്ലാം കയറി പാടുന്നതൊക്കെ. അല്ലു അർജുൻ, ഐ കൺ സ്റ്റാർട്ട്. പുഷ്പ. താടിയൊന്നു തടവുമ്പോൾ ഈ നാടും ഇളകിയിടുന്നേ. മോനെ ഉയർത്തി നടന്നിടുമ്പോൾ ഭൂമികര കൊള്ളുന്നേ. ഓ എജാതി ലിറിക്സ്ടാ. നിൽക്കാൻ ആകാശത്തിൻ ഉയരം കൂട്ടേണേ. ഓ നിന്നെ അളക്കാൻ കടലിൻ ആഴം മതിയാതില്ലെന്നേ. എജാതി ലിറിക്സ് വരികൾ. Pushpa, 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 ഡാൻസ്. ആ സൗണ്ടിന് എന്തൊക്കെ മാറ്റം വരുന്നുണ്ട്. ഒരു ഫാന്റെ മുമ്പിൽ, ടേബിൾ ഫാന്റെ മുമ്പിൽ ഇരുന്ന് പാടുന്ന നടക്കുന്നുണ്ട്. ഓ കേറി മേയലെന്നല്ലേ. സൗണ്ട് ഡിസൈൻ റസൂൽ പൂക്കുട്ടി. അയവാ ബീറ്റ്. എല്ലാവരെയും പെർഫെക്റ്റോ, ചില കാര്യങ്ങൾ അറിയില്ല. പണ്ടേ തോന്നാറില്ല. എല്ലാമുണ്ടേ പെർഫെക്റ്റ്, എന്നാ ചിലതോ ഇല്ല. ദുഃഖമില്ല, അവനെ വെല്ലുവിളിക്കാൻ വീറുള്ളോരില്ല. ഗുരുവാണെങ്കിൽ തോന്നിക്കൂ, അമ്മയെങ്കിൽ കാത്തലാണ് ഭയം. കാട്ടിയാലോ നീ അടിമ, ഉയർത്തി നിന്നാൽ രാജാവാ. മനോഹരമെങ്കിൽ ലോകമേ നിൻ സാമ്രാജ്യം. പുഷ്പ 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 രാജ്. ലൈനിൽ വെക്ക്. ഇനി പറ. ദേവിശ്രീ പ്രസാദ്, സുകുമാർ ബി, പഴയ പുഷ്പ. പഴയ പുഷ്പ BGM. അയവാ. ഇവൻ കാലവേനെ കാലേന്തി ഇരിക്കയാണെങ്കിൽ ഓ എന്താ മോനെ. കൈകൾ വെച്ചൊരു സത്യമിവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ
ലൈൻസ് ഓ Pushpa, pushpa, 5,000 രൂപ കോസ്റ്റ്യൂം ഒരു രക്ഷയില്ല കേട്ടാ. ഓ ഡാൻസ് പിന്നെ പറയണ്ടല്ല. ജഡ്ജാതിരത് ഒരിക്കലും ഞാൻ താഴത്തില്ലടാ. എന്റെ മോനെ. ഓ പുഷ്പ 2 ദ റൂൾ. ഒരിക്കലും താഴത്തില്ലടാ, ഒരിക്കലും താഴെ നമ്മൾ വിടത്തൂല്ലടാ. പുഷ്പരാജ് എജാദ് ലൈൻസ് മോനെ. ഇതിന്റെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാല് ഇത് എഴുതിയ ആരാണ് എഴുതിയത്? ഞാൻ തുരവൂറുകാരൻ, നമ്മുടെ ഏത് തുരവൂറുകാരൻ ഞാൻ പേരെടുത്ത് പറയണം ഒന്നും കൂടി, അല്ലെങ്കിൽ ശരിയാവില്ല. സിജു തുരവൂർ. സിജു തുരവൂർ തന്നെയാണോ ഇതിന്റെ പുഷ്പ 1ന്റെ എഴുതിയോന്ന് എനിക്കറിയില്ല. പക്ഷെ എജാദി എഴുത്ത് എന്റെ മച്ചാനെ, ഒരു രക്ഷയില്ല. ഇത് ശരിക്കും ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് ആ ഫസ്റ്റ് ആ സീൻ നമ്മളെ മറ്റേ സിനിമയിലുണ്ടല്ലോ, സിദ്ദിഖ് വയലേറെ എഴുതുവോ ഇതുപോലെ എന്ന് പറയുന്ന സംഭവം ഇത് തന്നെയാണ്. അത് ആക്ച്വലി പറയാൻ പറ്റില്ല. എന്താണെന്ന് തെലുങ്കില് ഇതേ അർത്ഥമുള്ള പാട്ട് തന്നെയാണ്. അപ്പൊ ആ സെയിം ലൈൻ അർത്ഥം മലയാളത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മോശമൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊരു സംഭവം മാസമായിട്ടുണ്ട്. നമുക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു കോമഡിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും കോമഡിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് സംഭവമാണ്. പക്ഷെ എത്രയും നമ്മൾ ട്രോളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പടം ഇറങ്ങുന്ന സമയത്ത് എല്ലാ ട്രോളും അടിച്ചമർത്തിക്കൊണ്ട് പുഷ്പ 2 ദ റൂൾ, പുഷ്പരാജിന്റെ വിളയാട്ടം എന്തായാലും ഉണ്ടാവും. സോ ഇതില് നമ്മളെ ഫഫയും കൂടി വരുന്ന സമയത്ത് മലയാളികൾക്ക് ആഘോഷമായിരിക്കും എന്തായാലും. സോ റിലീസ് ഡേറ്റ് ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഏതായാലും ലിറിക്കൽ സോങ് വന്നിട്ടേലും ഇനി അതിന്റെ ട്രെയിലറും ബാക്കി സോങ്ങോ കാര്യങ്ങളൊക്കെ വരട്ടെ. കോസ്റ്റ്യൂംസ് ഒരു രക്ഷയില്ല മൂപ്പരെ. ദേവ് പ്രസാദിന്റെ മ്യൂസിക്കും പിന്നെ സൗണ്ട് ഡിസൈൻ റസുൽ പൂക്കുട്ടി അഗെയിൻ. റസുൽ പൂക്കുട്ടി വീണ്ടും കൊമേഴ്ഷ്യൽ സിനിമകളിലേക്ക് വരുന്നുണ്ട്. സോ പൊളിച്ചത്. ദേവ് പ്രസാദും ഇവരെല്ലാം കൂടുന്ന സമയത്ത് കിഡിലോസ്കി സംഭവം. ആൻഡ് അല്ലു അർജുൻ ആസ് യൂഷ്വൽ മാൻ, വളരെ സ്റ്റൈലിഷ് ഐക്കൺ, അങ്ങനെയല്ല പറയാം, സ്റ്റൈലിഷ് ഐക്കൺ, യൂത്ത് സ്റ്റാർ മല്ലു അർജുൻ. എനിവേ ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ്സും കാര്യങ്ങളും വരട്ടെ. താഴത്തില്ലടാ.